ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആനിൽ വെറും 6 ആയത്തുകളുള്ള അത്ഭുതങ്ങളുടെ കലവറയായ ഒരു അധ്യായത്തെക്കുറിച്ചാണ്. സൂറത്തുൽ കാഫിറൂൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന അധ്യായത്തെക്കുറിച്ച്, അതിന്റെ മഹത്വങ്ങൾ, അവതരണ പശ്ചാത്തലം അടക്കമുള്ള ഒരു ലഘു വിവരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. അള്ളാഹു ഈ അധ്യായം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ നന്മകളും റബ്ബ് നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഈ അധ്യായം കൊണ്ട് അള്ളാഹു വെച്ചിരിക്കുന്ന എല്ലാ ആത്മീയ സുരക്ഷിതത്വവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കി തരട്ടെ എന്ന് വീണ്ടും ആമുഖത്തിൽ ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഓരോ അധ്യായങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പ്രത്യേകതകൾ നമ്മുടെ പ്രമാണങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഹദീസിന്റെ ലോകത്ത് ഓരോ അധ്യായത്തിന്റെയും പല ശ്രേഷ്ഠതകളും എടുത്തു പറയപ്പെട്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രാധാന്യവും പല വിഷയങ്ങളിലും ഓരോ അധ്യായങ്ങളിലും നാം പ്രത്യേകം കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സൂറത്തുൽ കാഫിറൂനയിൽ ധാരാളം പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്താണ്. 6 ആയത്തുകളുള്ള ഈ അധ്യായം, അതിന്റെ പദഘടനയിൽ പോലും അള്ളാഹു വെച്ചിരിക്കുന്ന മാസ്മരികമായ പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി ഈ അധ്യായം നമുക്ക് ഒന്ന് പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സത്യം അറിഞ്ഞ് നിഷേധിക്കുന്ന ആളുകളെ, സത്യം എന്താണെന്ന് അറിഞ്ഞ് ബോധ്യമായിട്ട് അതിനെ സ്വന്തം താല്പര്യങ്ങളുടെ പേരിൽ നിഷേധിക്കാണ് മനഃപൂർവ്വം. എന്താണ് ആ സത്യം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നബിയും റസൂലുമാണെന്ന് ബോധ്യമായിട്ടുണ്ട്. എങ്ങനെ ബോധ്യമായി? ആ കാലഘട്ടത്തിലെ നിഷേധികൾക്ക് അവരുടെ കയ്യിലുള്ള ചരിത്ര കൃതികൾ കൊണ്ടും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്ന നന്മകൾ ബോധ്യമായും അവർക്കത് ശരിക്കും വെളിവായ കാര്യമാണ്. എന്നിട്ടും അവർ നിഷേധിക്കാണ്, അസൂയ കൊണ്ട് നിഷേധിക്കാണ്. അങ്ങനെ സത്യം അറിഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് കാഫിർ എന്നുള്ളത്. സത്യം അറിഞ്ഞിട്ട് മനഃപൂർവ്വം നിഷേധിക്കുന്ന ആൾക്ക് കാഫിർ എന്ന് പറയാം. സത്യം അറിയാതെ നിഷേധിക്കുന്നവനെ കാഫിർ എന്ന് പറയാൻ പറ്റുമോ എന്ന വിഷയത്തിൽ തന്നെ നമ്മുടെ അയിമ്മത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും മക്കയിലെ മുശ്രിക്കീങ്ങൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ ശരിക്കും ബോധ്യമായവരാണ്. പൂർവ്വകാല വേദങ്ങളിലെ പരിചയപ്പെടുത്തലുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നവരും അതിലെല്ലാം പറഞ്ഞ പ്രവാചക ലക്ഷണങ്ങളെ മുത്തുനബിയിൽ കണ്ടിട്ട് അതിനെ മനഃപൂർവ്വം നിഷേധിക്കുകയും ചെയ്തവരാണ്. ഒരു പ്രവാചകത്വ നിയോഗത്തിൽ കാണപ്പെടുന്ന എല്ലാ നന്മകളും ഹബീബിന്റെ ജീവിതത്തിൽ അവിടുത്തെ സത്യസന്ധത പോലും അവർക്ക് 100% ബോധ്യപ്പെട്ടിട്ടും അവർ സ്വന്തം താല്പര്യങ്ങളുടെ പേരിൽ അത് അവഗണിച്ചു എന്ന അർത്ഥത്തിലാണ് അവർക്ക് കാഫിർ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, അങ്ങ് പറയ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും ഞാൻ ആരാധിക്കൂല. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കേണ്ടതും ഇല്ല. അതൊരു വ്യവസ്ഥ പോലെ അവർ സംസാരിക്കാൻ കൊണ്ടുവന്നതിന് മറുപടിയാണ് ഈ അധ്യായം. എന്തായിരുന്നു വ്യവസ്ഥ? മഹാനായ അബുൽ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ ഈ അധ്യായത്തിന്റെ മുഖവുരയിൽ ഇതിന്റെ സബബുൻ നുസൂൽ, ഇത് അവതരിക്കാനുള്ള പശ്ചാത്തലം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഒരു കൊല്ലം ഞങ്ങൾ ആരാധിക്കാം അങ്ങയുടെ ദൈവത്തെ, ആരാധ്യ വസ്തുവിനെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ, സുബ്ഹാനഹു വ തആല, അവൻ എത്രയോ പരിശുദ്ധൻ. അപ്പോൾ അതിന് മറുപടിയായി അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, അവരുടെ ഭാഷ അങ്ങ് എന്നായിക്കൊള്ളണമെന്നില്ല, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് സമീപിച്ചിട്ട് പറയാണ്, താങ്കൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ, ദൈവങ്ങളെ 1 വർഷം ആരാധിക്കണം. ഇതൊരു വ്യവസ്ഥയിലൂടെ പോകാം എന്ന് പറയുന്നു. ആ വ്യവസ്ഥയെ
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് 6 വചനം കൊണ്ട് റബ്ബിന്റെ ശക്തമായ നിലപാട് അറിയിച്ചതാണ് ഈ അധ്യായം. നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കാൻ വരേണ്ടതുമില്ല. ഈ വ്യവസ്ഥയിലൂടെ വരണ്ട, അല്ലാതെ വരാൻ നിങ്ങൾക്ക് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കത്തബയ്യനു റുഷ്ദു മിനൽ ഗയ്യ്, സത്യവും അസത്യവും സത്യവും മിഥ്യയും ഒക്കെ ഇവിടെ മനുഷ്യന് വിവേകിച്ച് അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത്. ഇതാണ് പൊതുവെയുള്ള മതാശ്ലേഷണത്തിന്റെ മുഖവുരയിൽ ചർച്ച ചെയ്യേണ്ട വലിയ തത്വവും തിയറിയും ഒക്കെ അത് തന്നെയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അധ്യായം അവരുടെ മുന്നിൽ പാരായണം ചെയ്ത് കൊടുക്കുകയാണ്. ഈ അധ്യായത്തിന്റെ പ്രമേയത്തിന്റെ കരുത്ത്, അതാണ് ഇതിന്റെ മാസ്മരികമായ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ അധ്യായം 6 ആയത്തുകളാണ്. മാത്രവുമല്ല മുസ്ഹഫിന്റെ ഘടനയിൽ 109ാമത്തെ അധ്യായമാണ് ഈ അധ്യായം. പരിശുദ്ധ ഖുർആനിനെ 30 ജുസുകളാക്കി തിരിച്ചാൽ 30ാമത്തെ ജുസുയിലാണ് ഈ അധ്യായം വരുന്നത്. മാത്രവുമല്ല ഈ അധ്യായം ഒരു വലിയ നിലപാടും ഒരു വലിയ പ്രമേയവും അവതരിപ്പിക്കുന്നതിന്റെ ഒരു ശൈലിയിൽ തന്നെ ആയതുകൊണ്ട് റബ്ബിന്റെ ഒരു കൽപ്പന ക്രിയ കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. കുൽ എന്ന ഒരു പ്രത്യേകത, കുൽ എന്ന ഒരു വാക്ക് പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകത ഈ അധ്യായത്തിന്റെ തുടക്കത്തിലുണ്ട്. കുൽ വെച്ചുകൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങളിലൊക്കെ അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകത അള്ളാഹു വെച്ചിട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന പോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പൊ അങ്ങനെ റബ്ബിന്റെ ഒരു കൽപ്പന പ്രയോഗം ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ കാണുന്നതും ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകതയായി മഹാന്മാരുണ്ടുന്നുണ്ട്. മാത്രവുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, ശിർക്കിനെ കുറിച്ചുള്ള ഒരു വലിയ ഷിർക്കിനെതിരെയുള്ള ഇസ്ലാമിന്റെ വലിയൊരു നിലപാട് പറയുന്ന ശക്തമായ പ്രമേയമുള്ള ഈ അധ്യായത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജലാലത്തിന്റെ ലഫ്ളായ അല്ലാ എന്ന പദം കൊണ്ടുവരാതെയാണ് ശിർക്കിനെതിരെയുള്ള ശക്തമായ നിലപാട് പറയുകയും തൗഹീദിനെ അടിസ്ഥാനപരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാ എന്ന പദം പോലും പറയാതെ. അതൊരു വലിയൊരു അത്ഭുതമാണ്. അതൊരു വലിയൊരു മാസ്മരികമായ ചിന്തനീയമായ ഒരു അവതരണ ശൈലിയാണിത്. അള്ളാഹുവിന്റെ തൗഹീദിനെ സ്ഥാപിക്കാനും ശിർക്കിനെ നിശേഷം നിരൂപിക്കാനും വിമർശിക്കാനും ശിർക്കിനെതിരെ നിലപാട് പറയാനും ഈ അധ്യായത്തിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മിനെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹു അവതരിപ്പിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആനിന്റെ ഒരു വലിയ മുഅ്ജിസത്ത് എന്ന പോലെ തന്നെ മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വഹാബികൾ ഈ അധ്യായത്തിൽ ഇതിന്റെ അവതരണ പശ്ചാത്തലത്തെ കണക്കിലെടുത്തുകൊണ്ട് സ്വഹാബികൾ ഈ അധ്യായം മക്കയിൽ അവതരിച്ചത്, അതായത് ഹിജറയുടെ മുമ്പ് അവതരിച്ചത് എന്ന ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രബലമായ അഭിപ്രായം ഇത് മക്കയിൽ അവതരിച്ചതാണ്, അതായത് ഹിജറയുടെ മുമ്പാണ് എന്നതാണ്. എന്നാലും ചില സ്വഹാബികളിൽ നിന്നും തന്നെ ചില മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നത് ഈ അധ്യായം ഹിജ്റയുടെ ശേഷം അവതരിച്ചു എന്ന അഭിപ്രായവുമുണ്ട്. ഏതായാലും ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു വരുന്നില്ല. ഈ അധ്യായം നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഈ അധ്യായത്തിന്റെ കൂടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു അധ്യായവും കൂടിയുണ്ട്. ഒരു ജോഡിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു അധ്യായം. എവിടെയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും തൊട്ടടുത്ത് തന്നെ പറയും ഖുൽ ഹുവല്ലാഹു അഹദും, അല്ലേ? എവിടെ അങ്ങനെ ഒരു ജോഡിയായിട്ട് അവ രണ്ടും നമ്മൾ കാണാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും. ഇത് രണ്ടും ജോഡിയായിട്ടാണ് പലയിടത്തും കാണപ്പെടുന്നത്. അതേക്കുറിച്ചൊരു വിശദീകരണം ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു അവതരണ ശൈലി നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഏത് അവതരണ ശൈലി? ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഒരു സംഘ രൂപത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തോട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന ഈ അധ്യായത്തിന് ചില ബന്ധങ്ങളും പരോക്ഷമായി നമുക്ക് കാണാൻ. ഈ അധ്യായത്തിന്റെ വ്യാഖ്യാനത്തിൽ സിറാജുൽ മുനീർ, തഫ്സീർ സിറാജുൽ മുനീറിൽ കാണുന്ന ഒരു സംഭവം ഈ അധ്യായത്തിന്റെ നാമങ്ങളെ കുറിച്ച്, ഇതിന്റെ മറ്റു പേരുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ മുആബദ. മുആബദ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങും ഇങ്ങും ഇബാദത്ത് ചെയ്യാൻ ക്ഷണിക്കുന്ന അധ്യായം എന്നതിനർത്ഥമുണ്ട്. ഈ അധ്യായത്തിന്റെ അവതരണത്തെ അടിസ്ഥാനപ്പെടുത്തി, ഇതിന്റെ പദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, ഇതിന്റെ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി സൂറത്തുൽ മുആബദ എന്ന ഒരു പേര് ഈ അധ്യായത്തിനുണ്ട്. സൂറത്തുൽ മുആബദ സൂറത്തുൽ കാഫിറൂനയുടെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ ഈ അധ്യായത്തിന്റെ മറ്റൊരു പേരാണ്
സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ പേരാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയുടെയും മറ്റൊരു പേരാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇത് എന്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് വെക്കാൻ കാരണം? ഈ അധ്യായത്തിൽ ഇബാദത്തിന്റെയും ദീനിന്റെയും വിഷയത്തിലെ ഇഖ്ലാസ് ചർച്ച ചെയ്യുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ഇഖ്ലാസ് ആണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് അധ്യായത്തിനും ഒരു സംഘനാമമായി സൂറത്തുൽ ഇഖ്ലാസ് എന്ന് രണ്ടിനും കൂടി പറയാം, സൂറത്തുൽ ഇഖ്ലാസ്. അങ്ങനെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ അധ്യായത്തിന്റെ ഒരു പേര് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ അധ്യായത്തിനും, അതായത് സൂറത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ അധ്യായത്തിനും അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തിനും കൂടിയിട്ട് രണ്ടിനും കൂടിയിട്ട് പറയുന്ന ഒരു പേരുണ്ട്. ഈ രണ്ടിനും കൂടിയിട്ട് പറയപ്പെടുന്ന മറ്റൊരു പേര് മുഖശ്ഖിശത്താനി എന്ന് പറയും. മുഖശ്ഖിശത്താനി, മുഅവ്വദത്താനി എന്ന് പറയുന്ന പോലെ, മുഅവ്വദത്തൈനി, മുഅവ്വദത്താനി അങ്ങനെ പറയുന്ന പോലെ മുഖശ്ഖിശത്താനി, മുഖശ്ഖിശത്തൈനി അങ്ങനെ ഒരു പേരുണ്ട്. അത് സൂറത്തുൽ മുഖശ്ഖിസ എന്ന പേര് ഈ അധ്യായത്തിനും പറയും. സൂറത്തുൽ മുഖശ്ഖിസ എന്ന പേര് സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന അധ്യായത്തിന് പറയുന്ന പോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തിനും പറയപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇതിന്റെ തഫ്സീറുകളിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ രണ്ട് അധ്യായങ്ങളുടെ ആന്തരികമായ ചില ബന്ധങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ചർച്ചയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഷഹാദത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലയും ഒന്ന് മുഹമ്മദ് റസൂലുള്ളയും. ഷഹാദത്തിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലയിൽ തന്നെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് മറ്റുള്ള ആരാധ്യ വസ്തുക്കളോടുള്ള ഇലാഹി ബന്ധം ഒഴിവാക്കി പറയുന്ന ലാ ഇലാഹ എന്ന വാക്കും, അള്ളാഹു മാത്രമാണ് എന്ന് റബ്ബിനെ തനിപ്പിച്ചു പറയുന്ന ഇല്ലല്ലാ എന്ന ഭാഗവും. ഈ രണ്ട് ഭാഗം, ലാ ഇലാഹ എന്ന ഭാഗവും ഇല്ലല്ലാ എന്ന ഭാഗവും, ആ രണ്ട് ഭാഗങ്ങളെ നമുക്ക് സൂറത്തുൽ കാഫിറൂനയിലും കാണാം, സൂറത്ത് ഇഖ്ലാസിലും കാണാം. ലാ ഇലാഹ, ഒരു ആരാധ്യനും ഇല്ല, മറ്റു ആരാധ്യ വസ്തുക്കളിലേക്ക് ഞാൻ ഇല്ല എന്ന ആ ഒരു ആശയത്തെ പറയുന്ന ലാ ഇലാഹ, അത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയാണ്. എന്താണ് അതിനർത്ഥം? നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അത് ലാ ഇലാഹയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്താ? അല്ലാഹു ഏകനാണ്. ഇല്ലല്ലാ, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമ, ലാ ഇലാഹ എന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഇല്ലല്ലാ എന്നത് ഖുൽ ഹുവല്ലാഹു അഹദുമാണ്. അപ്പൊ ഇവകൾക്ക് പരസ്പരം ഒരു വലിയ ബന്ധം ഉണ്ട്. മാത്രവുമല്ല, ഈ രണ്ട് അധ്യായങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ജോഡിയായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള നാമങ്ങൾ ഉള്ള പോലെ സൂറത്തുൽ മുഖശ്ഖിശത്തൈനി എന്ന പേരുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരുണ്ട്. രണ്ടിനും പറയുന്ന പേരുകളാണ്. എന്ന പോലെ തന്നെ ഈ രണ്ട് അധ്യായങ്ങളെയും ജോഡിയായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പല നിസ്കാരങ്ങളിലെയും റക്അത്തുകളിലെ സൂറത്തുകൾ ഓതുന്ന ചാൻസിൽ ഈ രണ്ട് അധ്യായങ്ങളും ജോഡിയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും. പല നിസ്കാരത്തിന്റെയും റക്അത്തുകളിൽ ഇത് ജോഡിയാണ്. അതിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവ് ആരംഭിക്കുന്നത് മഗ്രിബോട് കൂടെയാണല്ലോ. മഗ്രിബ് നിസ്കാരം, വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ് നിസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഒന്നാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടാമത്തെ റക്അത്തിലും. ഇവിടെ ശരിക്കും തൗഹീദാണ് ഈ രണ്ട് അധ്യായങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഷിർക്കിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. തൗഹീദിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന പ്രഖ്യാപനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ആ രീതിയിൽ വെള്ളിയാഴ്ച രാവിലെ ഒരു മനുഷ്യനെ സ്ഫുടം ചെയ്യാണ് മഗ്രിബ് നിസ്കാരത്തോടെ സമാരംഭം കുറിക്കുന്ന വെള്ളിയാഴ്ചയുടെ ആ തുടക്കം, രാവിന്റെ തുടക്കം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും കൊണ്ട് ഒരു മനുഷ്യന് സ്ഫുടം ചെയ്യുകയാണ്. മാത്രവുമല്ല, ഓരോ ദിവസത്തിന്റെ തുടക്കവും സുബഹി നിസ്കാരമാണ്. ഒരു പ്രഭാതം തുടങ്ങാം, ഒരു പ്രദോഷം തുടങ്ങാം മഗ്രിബ് നിസ്കാരാണ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന സുന്നത്താണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തില്
ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും. എപ്പോ? സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തില്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും ഇതുപോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതൽ സുന്നത്താണ്. ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങാണ് ഒരു മനുഷ്യനെ സ്ഫുടം ചെയ്യലാണ് തൗഹീദിലേക്ക്. മഗ്രിബ് നിസ്കാരത്തിന്റെ ഫർളായ 2 റക്അത്തില് ഒന്നാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് ആഴ്ചയിൽ സ്ഫുടം ചെയ്യലാ തൗഹീദിലേക്ക്. ദിവസവും സ്ഫുടം ചെയ്യുന്നുണ്ട് 2 പ്രാവശ്യം. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു ഓതണം. ആ 2 റക്അത്തിൽ ആദ്യത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ ഖുൽ ഹുവല്ലാഹു. അതുപോലെ തന്നെ ദിവസത്തിലെ രണ്ടാമത്തെ സ്ഫുടം ചെയ്യലാണ് മഗ്രിബിന് ശേഷമുള്ളത്. പ്രഭാത പ്രദോഷത്തില് ഈ 2 അധ്യായങ്ങൾ കൊണ്ടുവന്ന് നിസ്കാരത്തിലൂടെ ഒരു സംസ്കരണം ഇവിടെ വളരെ ഇന്റേണലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. അതുപോലെ തന്നെ ഖുർആനിന്റെ ഖത്തം ഓതിയ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായങ്ങളുടെ കൂട്ടത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദും ഉണ്ട്. ഖുർആനിൽ ഈ 2 അധ്യായത്തെ നമ്മുടെ ജീവിതത്തോട് ചേർക്കേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 അധ്യായങ്ങളാണ്. ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് നമ്മൾ ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവാണ് നമുക്ക്. എന്താ പറഞ്ഞത്? ഖുർആനിന്റെ ഖത്തം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഈ 2 അധ്യായങ്ങളുടെ പാരായണത്തിലുള്ളതായി നമുക്ക് കാണപ്പെടുന്നുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി കഴിഞ്ഞാൽ ഒരു ഖത്തം ഓതിയ കൂലിയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതി കഴിഞ്ഞാൽ ഒരു ഖത്തമുൽ ഖുർആനിന്റെ കൂലിയുണ്ട്. സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന 4 ഓതി കഴിഞ്ഞാൽ ഒരു ഖത്ത് ഓതിയ കൂലിയുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കിക്കോളൂ, ഈ 2 അധ്യായത്തിന്റെ ഇടയിൽ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വലിയ ബന്ധം നോക്കിക്കോളൂ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം. ആ മഹാനുഭാവൻ പല നാടുകളിലും നക്ഷത്രങ്ങൾ ആരാധിക്കുന്നവരെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരെയും കണ്ട് അവരിൽ തൗഹീദിന്റെ പ്രബോധനത്തിന് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരുപാട് യാത്ര ചെയ്തു. ഏകദേശം 200 വയസ്സ് ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറിയ സമയവും യാത്ര തന്നെയായിരുന്നു. എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു, എന്റെ റബ്ബ് എനിക്ക് വഴി നടത്തും എന്ന മഹാന്റെ പ്രഖ്യാപനം ഖുർആനിൽ ആയത്താണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെയുണ്ട്, റഹ്ലാത്ത് ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച യാത്രകൾ, അവിടുന്ന് നടത്തിയ യാത്രകൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് തന്നെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം മഹാനുഭാവൻ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സഞ്ചരിച്ച മഹാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്, ലാ ഇലാഹ എന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഇല്ലല്ലാഹ് എന്നത് ഖുൽ ഹുവല്ലാഹു അഹദാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രയും സഞ്ചരിച്ചപ്പോൾ ആ പാദങ്ങളെ അള്ളാഹു ആദരിച്ചതിന്റെ ഭാഗമായി ആ പാദം വെച്ച സ്വർഗത്തിന്റെ കല്ലായ ഇന്ന് മഖാമു ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കല്ലിൽ പോലും ആ പാദത്തിന്റെ രൂപം അള്ളാഹു വെച്ചു. ആ കല്ല് പോലും ആ പാദത്തിന്റെ ത്യാഗ അടയാളങ്ങളായി അലിഞ്ഞുപോയി. ആ കല്ലിന്റെ കടുപ്പം പോലും ആ പാദത്തിൽ അലിഞ്ഞുപോയി എന്ന രീതിയിൽ ആ 2 കാലിന്റെ അടയാളം ആ കല്ലിൽ പതിയുകയാണ്, കുഴിഞ്ഞു പതിയുകയാണ്. ആ കല്ല് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം വന്നപ്പോ ആ കല്ല് ഇബ്രാഹിമി മഖാം എന്ന രീതിയിൽ ഇബ്രാഹിം നബിയോടുള്ള ആദര സൂചകമായി, അതിന്റെ പിന്നിൽ നിസ്കരിക്കല് ആരാധന അള്ളാഹുവിനും ആദരവ് ഇബ്രാഹിം നബിക്കും എന്ന നിലയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്ക പോലും ഉണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന ആ കാൽപാദത്തിന്റെ അടയാളമുള്ള കല്ലിനെ നിങ്ങൾ ഒരു നിസ്കാര ഇടമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തവാഫ് കഴിഞ്ഞു വരുന്ന ഏത് മനുഷ്യനും മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ മഖാമു ഇബ്രാഹിം എന്താ? തൗഹീദിന് വേണ്ടിയിട്ട് ഓടി നടന്ന മഹാൻ, ശിർക്കിന് എതിരെ ജീവിച്ച മഹാൻ. ആ 2 പാദവും ഈ അർത്ഥം പുനർജനിപ്പിക്കുന്നു എങ്കിൽ തൗഹീദിന്റെ അധ്യായമായ ഖുൽ ഹുവല്ലാഹു അഹദും ശിർക്കിന് എതിരെയുള്ള അധ്യായമായ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയുമാണ് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ
ഓതൽ സുന്നത്തായ സൂറത്തുകൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ അത്രത്തോളം ഈ രണ്ട് അധ്യായങ്ങളുടെ ഒരു വലിയ മാസ്മരിക ബന്ധം. ഇനി ചില ഹദീസുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടോളൂ ഹദീസ്. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് എങ്ങനെയാണ്? അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ റക്അത്തൈ തവാഫി ബിസൂറത്തൈൽ ഇഖ്ലാസ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ, അതായത് തവാഫ് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാറ് ബിസൂറത്തൈൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് 2 ആണ് ഓതാറ്. ഏതൊക്കെയാണ് സൂറത്തുൽ ഇഖ്ലാസ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വ ഖുൽ ഹുവല്ലാഹു അഹദ്. 2ന്റെയും പേരാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഒന്ന് ഇബാദത്തിലെ ദീനിലെ ഇഖ്ലാസ്, രണ്ടാമത്തേത് തൗഹീദിലെ ഇഖ്ലാസ്. ആ 2 അധ്യായത്തിനും 2 രീതിയിൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സൂറത്തുൽ ഇഖ്ലാസുകളാണ് ഓതാറ് തവാഫ് കഴിഞ്ഞാലുള്ള 2 റക്അത്ത് സുന്നത്തിൽ. അത് ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയുമാണ്. ഇമാം തുർമുദി ജാമിഉൽ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കണ്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത് നോക്കിക്കോളൂ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ റക്അത്തൈൽ ഫജ്രി. സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തില് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുമായിരുന്നു ഖുൽ യാ അയ്യുഹൽ കാഫിറൂന വ ഖുൽ ഹുവല്ലാഹു അഹദ്. സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ഈ അധ്യായങ്ങളെ പാരായണം ചെയ്യുന്നതിനോടുള്ള താല്പര്യത്തെ എങ്ങനെയാ പറഞ്ഞെന്നറിയോ? അതായത് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തില് നിസ്കാരത്തില് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതുന്നത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയുസ്സിന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം തൊബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ ഔസത്തിൽ രേഖപ്പെടുത്തുന്നത് കണ്ടോളൂ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ വ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന തഅദിലു റുബുഅൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് 3 ഓതിയാൽ ഒരു ഖുർആൻ 1 പൂർണ്ണമായും ഓതിയ കൂലിയുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന 4 ഓതി കഴിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായും ഓതിയ കൂലിയുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഹബീബ് പറയാണ്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടുത്തെ നിസ്കാരത്തിൽ ഇതൊക്കെ ഓതാറുണ്ട്. വകാന യഖറഉ ബിഹിമാ ഫീ റക്അത്തൈൽ ഫജ്ർ. സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ റസൂൽ ഇത് ഓതാറുണ്ട്. എന്നിട്ടോ ഹബീബ് പറഞ്ഞു, ഹാതാനി റക്അത്തൈനി ഫീഹിമാ റഗ്ബുദ് ദഹ്രി. റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതുന്നുണ്ട് എങ്കിൽ ആ 2 റക്അത്ത് ഒരു ആയുസ്സിന്റെ ആശയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഏതെങ്കിലും 1 ദിവസം 2 ദിവസം അല്ല ഓതിയിട്ടുള്ളത്. സ്വഹാബികൾ ഇങ്ങനെ നിരന്തരം നിരീക്ഷിച്ചിട്ടുണ്ട്. ചില സ്വഹാബികൾ ഇങ്ങനെ മുത്തുനബിയെ നിരീക്ഷിച്ചപ്പോൾ 24 ദിവസം വരെ ഒരു സ്വഹാബി നോക്കിയിരുന്നിട്ടുണ്ട്. ചില സ്വഹാബികൾ 25 ദിവസം നോക്കിയിരുന്നിട്ടുണ്ട്. ചില സ്വഹാബികൾ 10 ദിവസം നോക്കിയിട്ടുണ്ട്. ചിലർ 15 ദിവസം 10 ചില്ലറങ്ങനെ ദിവസങ്ങൾ നോക്കിയിട്ടുണ്ട്. ചില സ്വഹാബികൾ പറഞ്ഞത് എനിക്ക് എണ്ണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എത്ര ദിവസമാണ്, അത്രയുണ്ട്. എന്ത്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കുന്നത് കണ്ടോളൂ. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റമഖതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഹറ. ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, 1 മാസത്തോളം റസൂലുള്ളാഹിനെ ഞാൻ നിരീക്ഷിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫകാന യഖറഉ ഫീ റക്അത്തൈനി ഖബ്ല അൽ ഫജ്ർ. സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ റസൂലുള്ളാഹി ഓതുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന 1-ാമത്തെ റക്അത്തിൽ, 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുമായിരുന്നു. ഞാൻ 1 മാസക്കാലത്തോളം നോക്കി നബി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. ഇനി കേട്ടോളൂ, മറ്റൊരു സ്വഹാബി പറയുന്നത് കണ്ടോളൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് എണ്ണാൻ പറ്റിയില്ല. ഒരു മാസക്കാലത്തോളം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് എണ്ണാനേ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ 2 അധ്യായം കൊണ്ടുവരണം. ചില റിവായത്തുകളുണ്ട് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തില്, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തില് അലം നശ്റഹ് ലക സദ്റക ഓതലും അതുപോലെ തന്നെ അലം തറ കൈഫ ഓതലും സുന്നത്തുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സൂറത്തുകളും
കൂടി സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ ഓതാവുന്നതാണ്. സുബഹിയുടെ മുമ്പുള്ള ആ 2 റക്അത്ത് സുന്നത്ത് ഈ അധ്യായങ്ങൾ ഓതിയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആയുസ്സിന്റെ ആഗ്രഹമാണ് നിറവേറ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 സൂറത്തുകളും കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതണം. അപ്പം 4 സൂറത്തുകളാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിൽ നമുക്ക് നിസ്കരിക്കുമ്പോൾ ഓതാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 4 കൂടി ഓതാൻ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും പിടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കിക്കോളൂ, മാ ഉഹ്സി മാ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫി റക്അത്തൈനി ബഅദൽ മഗ്രിബി വ ഫി റക്അത്തൈനി ഖബ്ല സ്വലാത്തിൽ ഫജ്രി ബി ഖുൽ യാ അയ്യുഹൽ കാഫിറൂന വ ഖുൽ ഹുവല്ലാഹു അഹദ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിലും മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതൽ സുന്നത്താണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ദിവസം അത് ഓതിയിട്ട് നിസ്കരിച്ചതെന്ന് ഞാൻ എണ്ണിയിട്ട് എനിക്ക് എണ്ണം തന്നെ കിട്ടുന്നില്ല, അത്രയും ഉണ്ടെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിത്ർ നിസ്കാരം നോക്കൂ. കാണാം, ഹദീസ് ഇമാം തുർമുദി തന്നെ ഉദ്ധരിക്കുന്നതായി കാണാം. عن عبد العزيز بن جريج قال سألنا عائشة رضي الله عنها بأي شيء كان يوتر رسول الله صلى الله عليه وسلم. ഹബീബിന്റെ വിത്ർ നിസ്കാരത്തെ കുറിച്ചൊന്ന് പറയുമോ ഉമ്മ? മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബികൾ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ഊലാ, ഒന്നാമത്തെ റക്അത്തിൽ ഹബീബ് വിത്ർ നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്നത് ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അധ്യായമാണ് ഓതുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയാണ് ഓതുന്നത്. മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. അത് 3 കൂടി ഓതും മൂന്നാമത്തെ റക്അത്തിൽ. മൂന്നാമത്തെ റക്അത്ത് എന്ന് ഉദ്ദേശിച്ചാൽ ലാസ്റ്റ് റക്അത്തിൽ. അപ്പൊ ഒരാൾ വിത്ർ നിസ്കരിക്കുന്ന 5 ആണെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പിന്നെ മൂന്നാമത്തെ 4-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്, 5-ാമത്തെ 6-ാമത്തെ റക്അത്തിൽ വേണമെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്. അങ്ങനെ ഓതി വരാം. അവസാനിപ്പിക്കേണ്ട റക്അത്തായ ആ ഒരു റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും അതുപോലെ തന്നെ ഫലഖും നാസും ഓതി അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെയും വിത്ർ നിസ്കാരത്തെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഓതിയ ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉലുള്ളതാണ്. ഇനി കണ്ടോളൂ, ഈ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, നമുക്ക് നമ്മുടെ റബ്ബിനെ നമ്മുടെ മനസ്സുകൊണ്ട് അറിയാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു ഭാഗ്യ മനുഷ്യന്മാരെ. അള്ളാഹനെ അറിയാൻ, മനസ്സുകൊണ്ട് അറിയാൻ കഴിയുന്ന ഒരു അവസ്ഥയ്ക്ക് വിലായത്ത് എന്ന് പറയാം. നമുക്കറിയാൻ കഴിയും, നമ്മുടെ റബ്ബിനെ നമുക്ക് അറിയാൻ കഴിയും. അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ അള്ളാഹു എന്ന വിചാരം നമ്മുടെ മനസ്സിലേക്ക് വരും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാ മതി കേട്ടോ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാമ ഫറകഅ റകഅതൈനി ഫഖറഅ ഫി റകഅത്തിൽ ഉലാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഹത്താ ഖലത് സൂറ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ റജുലുൻ അറഫ റബ്ബഹു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന അധ്യായം ഓതാൻ ഒരാൾക്ക് കഴിയാന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരിക്കലും ഒരു സഹാബി നിസ്കരിക്കാണ്. അദ്ദേഹം 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതി. അപ്പൊ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ അദ്ദേഹം ആ ഓതി കഴിഞ്ഞപ്പോൾ, ആ റക്അത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഹാദാ റജുലുൻ അറഫ റബ്ബഹ, ആ മനുഷ്യൻ ഒരു വലിയ മഹാനാണ്. ആ മനുഷ്യൻ അവന്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞവനാണ്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ആ മനുഷ്യൻ. 2-ാമത്തെ റക്അത്തിൽ അദ്ദേഹം പിന്നെ ഓതിയത് ഖുൽ ഹുവല്ലാഹു അഹദാണ്. ആ സമയത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ തീർച്ചയായിട്ടും ഹാദാ അബ്ദുൻ ആമന ബിറബ്ബിഹി, ഒരു പൂർണ്ണ മുഅ്മിനാണ് ആ മനുഷ്യൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബി നിസ്കരിച്ച 2 റക്അത്ത് നിസ്കാരം അത് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ് എന്ന് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഏതായാലും റസൂൽ അങ്ങനെ പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅന അസ്തഹിബ്ബു അൻ അഖറഅ ഹാതൈനി സൂറത്തൈനി ഫി ഹാതൈനി റക്അതൈൻ. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചു, എൻ്റെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ ഇനി ഈ 2 അധ്യായം
ഞാൻ ഒഴിവാക്കൂല എന്ന് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങൾ തീരുമാനിച്ചു. മഹാൻ വിളിച്ചു പറയുകയും ചെയ്തു. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ 4-1 എന്ന് പറയപ്പെട്ടിട്ടുള്ള ഈ അധ്യായം മാത്രമല്ല, ഖുൽ യാ അയ്യുൽ കാഫിറൂന മാത്രമല്ല, ഖുർആനിന്റെ 4-1 മറ്റു പല അധ്യായങ്ങളും നമുക്ക് കാണാൻ കഴിയും. കണ്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന റുബുഉൽ ഖുർആൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന അധ്യായം ഖുർആനിന്റെ 4-1 എന്ന് പറഞ്ഞാൽ അത് 4 ഓതേണ്ട പോലെ ഓതിയ ഖുർആൻ ഒരു വട്ടം ഓതിയ കൂലിയാണ്. അപ്പൊ ഖുർആനിന്റെ 4-1 എന്ന പദവിയിലുള്ള അധ്യായം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഒരെണ്ണായി. വഇദാ സുൽസിലത്തിൽ അർളു റുബുഉൽ ഖുർആൻ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ആ അധ്യായവും ഇതുപോലെ തന്നെ ഖുർആനിന്റെ 4-1. അത് 4 ഓതിയാലും ഒരു പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്ത കൂലി അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 അധ്യായമായി ഖുർആനിന്റെ 4-1 എന്ന പ്രതിഫലം കിട്ടുന്ന 2 അധ്യായമായി. ഇനി 3-ാമത്തെ അധ്യായം വഇദാ ജാഅ നസ്റുല്ലാഹി, അതും ഖുർആനിന്റെ 4-1. ഇപ്പൊ 3 അധ്യായങ്ങൾ ഖുർആനിന്റെ 4-1. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയോട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അനസ് തങ്ങൾ തന്നെ പറയുന്നത്, ഒരിക്കൽ ഒരു സ്വഹാബിയോട് റസൂലുള്ളാഹി ചോദിച്ചു, ഐ ഫുലാൻ ഹൽ തസവ്വജത, മോനെ ഡാ നീ കല്യാണം കഴിച്ചോ? ഖാലല്ല, ഇല്ല നബി, ഞാൻ കല്യാണം കഴിച്ചില്ല. എന്താ നീ കല്യാണം കഴിക്കാത്തത്? വലൈസ ഇൻദി മാ തസവ്വജു ബിഹി, നബിയെ എനിക്ക് ഭാര്യയായി വരുന്ന പെണ്ണിന് മഹർ കൊടുക്കാനുള്ളതൊന്നും എന്റെ കയ്യിലില്ല. മഹർ കൊടുക്കാൻ വിലയുള്ള എന്തെങ്കിലും വേണമല്ലോ, അതിനുള്ളത് എന്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. റസൂൽ ചോദിച്ചു, മോനെ നിനക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് കാണാതെ അറിയില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് കാണാതെ അറിയാം. റുബുഉൽ ഖുർആൻ, അത് ഖുർആന്റെ 4-1. പിന്നെ ചോദിച്ചു, അലൈസ മഅക ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ നിനക്ക് കാണാതെ അറിയില്ലേ? ഉവ്വ നബി, എനിക്കറിയാം. അപ്പോൾ അതും 4-1, ഖുർആനിന്റെ 4-1. പിന്നെ ചോദിച്ചു, നിനക്ക് ഇദാ സുൽസിലത്തി അറിയാവോ കാണാതെ? അദ്ദേഹം പറഞ്ഞു, ഉവ്വ നബി, എനിക്ക് കാണാതെ അറിയാം. അതും ഖുർആനിന്റെ 4-1. പിന്നെ ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അതറിയോ? അതും അറിയാ നബിയെ. അതും നിനക്ക് ഖുർആനിന്റെ 4-1 പൊന്നുമോനെ. പിന്നെ ചോദിച്ചു, നിനക്ക് ആയത്തുൽ കുർസി കാണാതെ അറിയോ? അറിയാ നബിയെ. അതും ഖുർആനിന്റെ 4-1. അതുകൊണ്ട് ഇത് നീ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഓതിക്കൊടുത്താൽ, അത് ഓതിയിട്ടതിന്റെ പ്രതിഫലം ഹദിയ ചെയ്താൽ, പൊന്നുമോനെ അത് മതിയടാ മഹറിന്. തസവ്വജ് 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 3 വട്ടം പറഞ്ഞു. പോയി കല്യാണം കഴിച്ചോ, പോയി കല്യാണം കഴിച്ചോ, പോയി കല്യാണം കഴിച്ചോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയാം. ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും നിസ്കാരത്തിൽ ഓതുന്നതിന് പുണ്യമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് അത് പ്രധാനമായും ഓതണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള നിസ്കാരങ്ങളെ കുറിച്ചാണ്. സാധാരണ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്ത് വലുതും അതിന്റെ തൊട്ട് ശേഷമുള്ളതും ചെറുതുമായ സൂറത്തായിരിക്കണം 2-ാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. ഉദാഹരണം, അലം തറ കൈഫ ലിഇലാഫി. അലം തറ കൈഫ വലുതുമാണ്, മുകളിലെ അധ്യായമാണ്. അതിന്റെ താഴെയുള്ള അധ്യായമാണ് 2-ാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. മുകളിലത്തെ അധ്യായത്തെക്കാൾ ചെറുതുമാവണം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ശേഷം ഇന്നാ അഅ്തൈനാകൽ കൗസർ. അങ്ങനെയാണ്. വലുതും ആദ്യം പറഞ്ഞതും ആദ്യത്തെ അധ്യായമായിരിക്കണം, അതിന്റെ ശേഷമുള്ളതായിരിക്കണം 2-ാമത്തെ റക്അത്തിൽ, അത് ആദ്യത്തേനേക്കാൾ ചെറുതുമായിരിക്കണം. ഇങ്ങനൊരു ക്രമമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ചില വില്ലന്മാരുണ്ട്, അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടി എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അങ്ങനെ എളുപ്പം നോക്കിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഈ പറയപ്പെട്ട മഹത്വം നമുക്കൊരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. എളുപ്പം നോക്കിയിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട മഹത്വം ഒരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ചില നിസ്കാരങ്ങൾക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടെന്നായി പറഞ്ഞതിനൊക്കെ അർത്ഥം. ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് 4-1, ഖുർആനിന്റെ 4-1 എന്ന് പറയപ്പെട്ടിട്ടുള്ള
ഹദീസിൽ അങ്ങനെ വന്നിട്ടുള്ള അധ്യായങ്ങളെ കുറിച്ചാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആനിന്റെ 3-1 വന്നിട്ടുണ്ട്, 4-1 വന്നിട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഖുർആനിന്റെ 4-1. അതുപോലെ തന്നെ ഇദാ സുൽസിലത്തിൽ അർദു അത് ഖുർആനിന്റെ 4-1. അതുപോലെ തന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി അതും ഖുർആനിന്റെ 4-1. അതുപോലെ തന്നെ ആയത്തുൽ കുർസി അത് ഖുർആനിന്റെ 4-1. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടോളൂ, ശിർക്കിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി സ്വർഗം ഉറപ്പുവരുത്തുന്ന 2 സൂറത്തുകളാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ്. അത് വലിയൊരു കാര്യമാണ്. ശിർക്കിൽ നിന്നും പൂർണ്ണമായും ഒഴിവായ ഒരു പൂർണ്ണ മുഅ്മിനായി, അതോടൊപ്പം സ്വർഗവും കിട്ടും. ഈ 2 അധ്യായം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ശിർക്കിൽ ചെന്ന് ചാടൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്കൊരു ഹദീസ് കാണാം. അൻ മുഹാജിരിൻ അബിൽ ഹസൻ അൻ ശൈഖിൻ അദ്റക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമുള്ള ഒരു സ്വഹാബി ഹബീബിനെ കണ്ടെത്തി, ഹബീബിനെ വിശ്വസിച്ചു. ആ പ്രായമുള്ള സ്വഹാബി പറയുകയാണ്, ഞാൻ ഹബീബിന്റെ കൂടെ ഒരു യാത്ര പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ സമീപത്ത് കൂടി നടന്നു. ആ സമയം ആ മനുഷ്യൻ നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരുന്ന അധ്യായം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയാണ്. ഇത് കേട്ട ഹബീബ് പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യൻ ഷിർക്കിൽ നിന്നും ഒഴിവാണ്. അയാൾക്ക് ആ അധ്യായം ഓതുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും ആ അധ്യായത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ ഓത്തിൽ നിഴലിച്ച് കേൾക്കാൻ കഴിയും. അങ്ങനെ വന്നപ്പോൾ റസൂലുള്ളാഹി മനസ്സിലാക്കി, മനഃശാസ്ത്രപരമായി ഈ മനുഷ്യന് ആ അധ്യായത്തോട് എന്തൊരു ഹൃദയബന്ധമുണ്ട്, ആ മനുഷ്യൻ പൂർണ്ണമായും ശിർക്കിൽ നിന്നും ഒഴിവാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ നബി തങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു മനുഷ്യൻ നിസ്കരിക്കുന്ന കണ്ടു. യാത്രയിലാണ്, കൂട്ടത്തിലുള്ള ആരെങ്കിലും നിസ്കരിച്ചതാവാം. ആ മറ്റേ സ്വഹാബി നിസ്കരിച്ചപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ഓത്ത് അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി കേട്ടു. അദ്ദേഹത്തിന്റെ ആ ഓത്തിനോടുള്ള ഭാവം, അദ്ദേഹത്തിന്റെ ഹൃദയബന്ധം ആ ശബ്ദത്തിൽ കലർന്നിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായത്തെ ആ നിസ്കരിക്കുന്ന അത് ഓതി നിസ്കരിക്കുന്ന മനുഷ്യനോട് അതിനെ സ്നേഹിക്കുന്നതിന്റെ ആഴം റസൂലുള്ളാഹിക്ക് കേട്ടപ്പോൾ മനസ്സിലായി. ഹബീബ് പറഞ്ഞു, ആദ്യത്തെ ആള് പൂർണ്ണമായും ഷിർക്കീന്ന് ഒഴിവായ ആളാണ്. ഒരിക്കലും അവൻ ഷിർക്കിലേക്ക് പോവൂല, ഷിർക്കുമായി ബന്ധം അവൻ ഒരിക്കലും വരൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അയാള് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതിയ ആളാണ്. രണ്ടാമത്തെ ആള് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയ ആളാണ്. വജബത് ബിഹാ വജബത് ലഹുൽ ജന്ന. ആ മനുഷ്യന് ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായം രണ്ടാമത്തെ ആള് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയ ആളല്ലേ, അയാൾക്ക് ഉറപ്പായിട്ടും സ്വർഗം ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ഷിർക്കിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തി തൗഹീദിൽ കൊണ്ടുവരുന്ന അധ്യായങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഹബീബിന്റെ കൂടെ യാത്ര പോയി. അപ്പോൾ ഒരു മനുഷ്യൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതി. അപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ ഷിർക്കിന്ന് ഒഴിവാണ്. അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു മനുഷ്യൻ ഷിർക്കിന്ന് ഒഴിവാണ്. ആ സമയത്ത് ഞാൻ ആ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് പാത്തും പതുങ്ങിയും ചെന്നു. അയാളോട് ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതിയതിന്റെ പേരിൽ നിങ്ങൾ ഷിർക്കിൽ നിന്നും ഒഴിവാണ് എന്ന ഒരു പ്രഖ്യാപനം റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ടെന്നൊരു സന്തോഷം പറയാനായിട്ട് ഞാൻ പാത്തും പതുങ്ങി അയാളുടെ അടുക്കിലേക്ക് ചെന്നു. അപ്പോൾ നോക്കിയപ്പോൾ മറ്റൊരാളോട് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അയാൾ ഖുൽ ഹുവല്ലാഹു അഹദാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ 2 അധ്യായങ്ങൾ നിസ്കാരത്തിൽ ഓതുന്നതിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന ആളുടെ പാപം അല്ലാഹു പുറത്തു എന്ന്. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും നമ്മുടെ നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ റവാത്തിബ് സുന്നത്തുകളിൽ നമ്മൾ കൊണ്ടുവരണം. റവാത്തിബ് സുന്നത്തുകളിൽ പ്രത്യേകം സുന്നത്താണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിലും മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തിലും നമുക്ക് ഈ 2 അധ്യായങ്ങൾ പ്രത്യേകം സുന്നത്താണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ചാപ്റ്റർ തൽക്കാലം നിർത്തുകയാണ്. ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസബി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഫമൻ ഖറഅഹാ ബരിഅ മിനശ്ശിർകി ഖുൽ യാ അയ്യുഹൽ കാഫിറൂന പതിവായി ഓതുന്ന ആൾ ഷിർക്കിന്ന് ഒഴിവായി. വതബഅദ അൻഹു മറദത്തുശ് ശയാത്തീൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന പതിവായി ഓതുന്ന ആളുടെ നേർക്ക് പിശാചിന്റെ ശല്യം ഉണ്ടാവൂല, ഒരു പിശാചും വരൂല. ചില മഹാന്മാർ പറയാറുണ്ട്, ശത്രുക്കൾ നമുക്കെതിരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ ഒരു കുതന്ത്രവും നമ്മുടെ നേരെ വരില്ല, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതിക്കൊള്ളാൻ പറയും. ചില സയ്യിദന്മാരൊക്കെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല
മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഉണ്ടാകുന്ന ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് പോലും കിട്ടുന്ന കിടുങ്ങലും ഞെടുങ്ങലും ഉണ്ടല്ലോ, അതിൽ നിന്നും നിർഭയത്വമുള്ള ഉണ്ടാകും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതിയാ മതി. മാത്രവുമല്ല അത് ഖുർആനിന്റെ 4-1 അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ സൂറത്തുൽ കാഫിറൂനിന്റെ വ്യാഖ്യാനം കുറിക്കുകയാണ്. മുറൂസ്ബിയാനക്കും, നിങ്ങളുടെ കുട്ടികളോട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതാനായി കൽപ്പിക്കണം. ഫൽയഖറഊഹാ ഇൻദൽ മനാമി, ആരെങ്കിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഉറങ്ങാൻ നേരം ഓതിയാൽ കേട്ടോളണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഉറങ്ങാൻ നേരം ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ ഫഖദ് ബരിആ ഫലാ യുഅറദു ലഹും ശൈഉൻ, അവന്റെ നേരെ അവനെ ശല്യം ചെയ്യുന്ന ഒന്നും തന്നെ ഉറക്കത്തിലോ സ്വപ്നത്തിലോ ബാധിക്കുകയില്ല. വമൻ ഖറജ മുസാഫിറൻ, ആരെങ്കിലും യാത്ര പോകുമ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ മറ്റു ചില അധ്യായങ്ങളുമുണ്ട്, 5ഓളം അധ്യായങ്ങളുണ്ട്. അത് ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ മനുഷ്യന് അള്ളാഹു വലിയ കാവൽ നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്ന ആള് ഓതാൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന അടക്കം 5 അധ്യായങ്ങളുണ്ട്. അത് ഓതണം. യാത്ര പോകുന്ന ആൾക്ക് ആ യാത്രയിൽ കാവലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1 ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയാണ്, 2 ഇദാ ജാഅ നസ്റുല്ലാഹിയാണ്, 3 ഖുൽ ഹുവല്ലാഹു അഹദാണ്, ഫലക്ക്, നാസ്. ഈ 5 അധ്യായങ്ങൾ, ഈ 5 അധ്യായങ്ങൾ യാത്ര പോകുന്ന ആള് ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ റജഅ സാലിമൻ ഗാനിമൻ, തമ്മത്ത് സൂറത്ത് ഗാനിമൻ, ആ മനുഷ്യൻ സുരക്ഷിതനായി യാത്ര കഴിഞ്ഞെത്തും. കച്ചവടക്കാരനായിട്ടാണ് പോണെങ്കിൽ, ബിസിനസ്സിനാ പോണെങ്കിൽ ആ മനുഷ്യൻ നിറയെ പണവുമായി തിരിച്ചു വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 അധ്യായം. വീട്ടിൽ നിന്ന് യാത്ര പോകണത് ഓതിയിട്ട് പോയിക്കോ, കച്ചവടം നന്നാവും. വാഹനം ഓടിക്കാൻ പോകുന്ന ആൾ, ജോലിക്ക് പോകുന്ന ആൾക്ക് കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ ഈ 5 അധ്യായം ഓതിയാൽ മതി. കച്ചവടത്തിന് പോണ ആൾക്ക് കൂടുതൽ സമ്പാദിക്കാൻ ഈ 5 അധ്യായം ഉണ്ടായാൽ മതി. ഏതൊക്കെയാണ്? 1 ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2 ഇദാ ജാഅ നസ്റുല്ലാഹി, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 4 ഫലഖ്, 5 നാസ്. ഈ 5 അധ്യായം ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. കൈ നിറയെ പണവുമായി ആയിരിക്കും. ജോലി കഴിഞ്ഞ് ബിസിനസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ 5 അധ്യായങ്ങൾ ജീവിതത്തോട് ചേർക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞ ടോട്ടൽ കണ്ടന്റ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു സന്ദേശം. പ്രത്യേകിച്ച് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിലും മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും റവാത്തിബ് സുന്നത്തിൽ ഇത് മാക്സിമം കൊണ്ടുവരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.